ജാതി വിവേചനം കൊടികുത്തി വാണിരുന്ന തമ്പ്രാക്കന്മാരുടെ കാലത്തെ അതിജീവിക്കാൻ, പ്രതിരോധിക്കാൻ വാർത്തെടുത്ത കരടികളി വെറും കളിയല്ല. പുരാണ കഥകളും ഇതിഹാസങ്ങളും എന്തിന് വർത്തമാനകാലം വരെ പറയും. ചെലയില്ലാഞ്ഞിട്ടു മാന്തോലുടുത്തൊരു വേലാണ്ടിയായില്ലേ നിന്റെ കാന്തൻ. ചെലയുണ്ടെങ്കിലും ബാലികമാരുടെ ചെല കട്ടില്ലൊടി നിന്റെ മാരൻ. അതേസമയം വന്യജീവിയായ കരടിയെ കുട്ടികളെ പരിചയപ്പെടുത്തി കരടികളി എന്ന കലയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു സ്കൂൾ മാനേജ്മെന്റ്. എനിക്ക് ഇത്രയും മനോഹരമായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇത്രയും മനോഹരമായിട്ട് തോന്നിയ കാഴ്ച ഇതാണ്. നല്ലതായിരുന്നു. പക്ഷേ കൊച്ചുപിള്ളേരെല്ലാം ചെറുതായിട്ട് പേടിക്കുകയൊക്കെ ചെയ്തു. എന്നാലും നല്ലോണം ആസ്വദിച്ചു ഞങ്ങളെല്ലാവരും. ഈ ഓണം ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു. ഡാൻസൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഇപ്പത്തെ ഓണമായിരുന്നു ഏറ്റവും നല്ല ഓണം. എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ കൂടെ കളിച്ചായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് കൂടെ കളിച്ചത്. ഡാൻസ് ഒക്കെ കളിച്ച് സൂപ്പറായിരുന്നു. ഈ വർഷത്തെ ഓണം നല്ല അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഈ വർഷത്തെ ഓണം നല്ലതായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാട്ടി നല്ലതായിരുന്നു ഈ വർഷത്തെ ഓണം. നല്ല രസമുണ്ടായിരുന്നു. പിടിച്ചിട്ട് ഞങ്ങൾ ഓടി. പട്ടികവർഗം മുതൽ ശൂദ്രന് വരെ വഴി നടക്കാനോ മേൽവസ്ത്രം ധരിക്കാനോ അനുമതി നിഷേധിച്ചിരുന്ന ജാതി വിവേചനത്തിന്റെ ആ ഇരുണ്ട കാലത്ത് ഓണനാളുകളിൽ എവിടെയും പ്രവേശിക്കാൻ കണ്ടെത്തിയ കലയായിരുന്നു കരടികളി എന്ന് അരിനല്ലൂർ കരടികളി സംഘം ആശാൻ രാഘവൻ കളങ്ങര പറഞ്ഞു. പണ്ട് ഉള്ളവനും ഇല്ലാത്തവനും നിലനിന്നിരുന്ന ഒരു കാലം ചക്രവർത്തി ഭരണത്തിന് മുമ്പേ ഉള്ളതാണ്. ഈ ഓണമെന്ന് പറയുന്നത് മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്തുണ്ടായ ഒരു സംഗതിയാണ്. ഓണാഘോഷ പരിപാടി. അതിനു മുമ്പേ ഈ കലയുണ്ട്. പക്ഷേ ഈ കല എല്ലാ ഭാഗത്തും കയറി ഇറങ്ങാനൊക്കാത്ത ഒരു സാഹചര്യം. മേൽജാതിക്കാരൻ്റെ വീട്ടുമുറ്റത്ത് പോലും താഴ്ന്ന ജാതിക്കാരൻ കയറി ചെല്ലാൻ ഒക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെയുള്ള അയ്യങ്കാളിയെപ്പോലെ തലച്ചോറുള്ള വ്യക്തികൾ അധസ്ഥിത വർഗത്തിൽപ്പെട്ടവനുണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലല്ലല്ലോ. ഉണ്ടായിരുന്ന ആ ഒരു കക്ഷി അന്ന് തീരുമാനമെടുത്തതാണ്. ഈ ഓണാഘോഷ പരിപാടി വരുമ്പോൾ ഓണത്തിനുള്ള കളി, കരടികളിയായാലും പുലികളിയായാലും നമ്മുടെ തനത് കലയാണ്. ആ കളിയും കൊണ്ട് ചെല്ലുമ്പോൾ ഏതൊരുത്തൻ്റെയും മുറ്റത്ത് കയറി കളിക്കാം. നമ്മളെ ഇട്ടിരുന്ന വലിയവൻ്റെ തലയെക്കെട്ടും നേരിയതൊക്കെ ഇട്ടിരിക്കുന്ന തമ്പുരാൻ്റെ മുറ്റത്ത് അധസ്ഥിത വർഗ്ഗക്കാരൻ കയറിക്കൂടാ. അവൻ്റെ അയലത്ത് ചെന്നുകൂടാ. ആ കാലഘട്ടത്തിൽ ഈ കരടികളിയും കൊണ്ട് അവിടെ ചെന്നു. തലച്ചോറുള്ളവൻ ഉണ്ടാക്കിയതാ കാര്യം അവൻ്റെ മുറ്റത്ത് കയറാൻ. ഈ ന്യൂ ജനറേഷനെ നമ്മുടെ പ്രാക്കുളത്തുള്ള ഈ സ്കൂളിലെ അധ്യാപകർ ചേർന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ നാടൻ കലകളെക്കുറിച്ച്, പ്രത്യേകിച്ച് കരടികളിയെക്കുറിച്ച്. ഇതൊക്കെ പ്രാചീന കാലം മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ കല അന്യം നിന്ന് പോകാതിരിക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.